മുൻ IT ഉപദേഷ്ടാവ് ജോസഫ് സി മാത്യു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സാർ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ്. ടീകോമിന് ഇപ്പോൾ നഷ്ടപരിഹാരം നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് സർക്കാർ. പക്ഷേ അത് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിനും കരാറിനും ഒക്കെ തന്നെ വിരുദ്ധമാണല്ലോ. പ്രതിപക്ഷം ഉയർത്തുന്നതും ആ വിഷയം തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ സൈഫുന്നീസ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട്. ഇത്രയധികം വർഷമായി അവിടെ ഒരു CEO ഇല്ല, ജീവനക്കാരില്ല, ഭൂമി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം അത് തിരിഞ്ഞു നോക്കിയില്ല സർക്കാർ എന്നത് തന്നെയല്ലേ? ഇതിലൊന്നാമത് നഷ്ടം ആർക്കാണ് ഉണ്ടായതെന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങളുടെ 246 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത ശേഷം നമ്മൾ അത് ആരെങ്കിലും ഏൽപ്പിക്കുന്നത് അവിടെ IT സ്ഥാപനങ്ങൾ വരാനും അവിടെ IT ജോലി സൃഷ്ടിക്കപ്പെടാനും അതുമൂലമുള്ള വികസനം നാട്ടിലുണ്ടാകാനുമാണ്. അത് സമയബന്ധിതമായി നടക്കാനാണ് നമ്മൾ ഒരു പദ്ധതി ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ആ പദ്ധതി പ്രദേശം ഏറ്റെടുത്ത് അവിടെ താമസിച്ചിരുന്നവരെയൊക്കെ കുടിയൊഴിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പൊ എത്ര 2005 കഴിഞ്ഞിട്ട് എത്ര 10-20 വർഷമായില്ലേ. ഇതിനകത്ത് ഇതിനോടകം ഈ ഭൂമി ഇവർ വിനിയോഗിച്ചില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് നമ്മുടെ ഒരു ജോയിന്റ് വെഞ്ചർ സ്ഥാപനത്തിനാണ് ഇത് കൊടുത്തത്. അതിൽ സർക്കാരിന് 16% ഓഹരി പങ്കാളിത്തമുണ്ട്. മുഖ്യമന്ത്രി അതിന്റെ ചെയർമാനാണ്. പക്ഷെ നിർമ്മാണത്തിന്റെ പൂർണ്ണമായ ചുമതല ടീകോമിനാണ്. സ്മാർട്ട് സിറ്റിയാണ് നിർമ്മിക്കുക, ചെലവ് അങ്ങനെയാണെങ്കിലും അതിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ടീകോം എന്ന് പറയുന്ന അതിലെ 84% പങ്കാളിക്ക് മാത്രമാണ്. അപ്പോൾ മറ്റ് പങ്കാളിയായിട്ടുള്ള സംസ്ഥാന സർക്കാർ അത് സമയബന്ധിതമായി നടപ്പിലാക്കും എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് നമ്മുടെ കരാറിലെ നിബന്ധന 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം, അതിൽ 69 ലക്ഷം ചതുരശ്ര അടി IT വേണ്ടി 10 വർഷത്തിനുള്ളിൽ നിർമ്മിക്കണമെന്ന് മാത്രമല്ല, ഓരോ വർഷവും എത്ര നിർമ്മിക്കണമെന്നുള്ളതും കരാറിൽ വ്യവസ്ഥയുണ്ട്. അപ്പൊ ഈ കരാർ ലംഘിക്കപ്പെട്ടത് 10ാമത്തെ വർഷമല്ല, കരാർ 1ാമത്തെ വർഷം മുതൽ ലംഘിക്കപ്പെട്ടു. ഒരാളും അതിന്മേൽ നടപടി എടുക്കുകയോ നോട്ടീസ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. പോട്ടെ, 10 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 15 വർഷമായി. ആ സമയത്താണ് ഇതിൽ നോട്ടീസ് കൊടുത്തതാണോ അതോ അവരിങ്ങോട്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. രണ്ടായാലും നഷ്ടമുണ്ടായത് സംസ്ഥാനത്തിനാണ്. അങ്ങനെ നഷ്ടമുണ്ടായതിന്റെ കാരണക്കാരവരാണ്, അവർ നിർമ്മിച്ചില്ല എന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് വ്യക്തമായ വ്യവസ്ഥ ഈ കരാറിലുണ്ട്. യുക്തിപരമായി തന്നെ നമ്മൾ ആലോചിച്ചാൽ അവരാണ് തരേണ്ടത്. നിയമപരമായി തന്നെ ക്ലോസ് 7.2.2C അനുസരിച്ച് നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ നടത്തിയ ഇതുവരെ വന്ന ചെലവും തീരുമാനിക്കുന്നത് നമ്മളും അവരും കൂടെ ചേർന്ന് നിയോഗിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേം ആയിരിക്കും. അവർ പറയുന്ന തുക ഇങ്ങോട്ട് നഷ്ടപരിഹാരം തന്നിട്ട് അവർ പോകണം. ഇതാണ് കരാറിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥ ഇൻവോക്ക് ചെയ്യാമെന്നിരിക്കെ അത് ഇൻവോക്ക് ചെയ്യാതെ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള മാർഗമാണ് സംസ്ഥാന സർക്കാർ തേടുന്നതെങ്കിൽ അതിന്റെ പിറകിലുള്ളത് എന്തായിരിക്കും എന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങോട്ട് ടീകോം ഇങ്ങോട്ട് പണം തരുന്നതിന് പകരം അങ്ങോട്ട് പണം നൽകി അവരെ ഒഴിവാക്കാം എന്ന നിലപാടിലെത്തുകയാണ്. എന്നിട്ടും ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഭൂമിയൊക്കെ ഏറ്റെടുത്തിട്ട് എന്നൊരു ചോദ്യമുണ്ട്. 100 കമ്പനികൾ കാത്തു നിൽക്കുകയാണെന്നാണ് മന്ത്രി P. രാജീവ് പറയുകയും ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ 100 കമ്പനി കാത്തു നിൽക്കുന്ന ഈ കഴിഞ്ഞ ഈ വർഷങ്ങളിലെല്ലാം അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? ഞാൻ പറയുന്നത് ഇവര് വികസനത്തിന്റെ ഒറ്റമൂലി ഇവരുടെ കയ്യിലാണെന്നും 9 ജില്ലകളിലെ ഇവർ വഴി മാത്രമേ IT പാർക്ക് തുടങ്ങാവൂ എന്നും ഇൻഫോ പാർക്ക് തന്നെ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞ് കരാറിൽ ഏർപ്പെടാൻ പോയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചവരുടെ കൂട്ടത്തിലാണ് LDFും P. രാജീവും എല്ലാം ഉള്ളത്. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുകയാണ് ഈ കാത്തു നിൽക്കുന്ന കമ്പനികളെല്ലാം ഇവര് കാരണമാണ് കാത്തു നിന്നതെന്ന് പറഞ്ഞാൽ ഇവരും അപ്രഖ്യാപിതമായിട്ട് അതിന്റെ സോൾ അവകാശം ടീകോമിന് കൊടുത്തിരിക്കുകയായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അതെ, ഇത്രയധികം വർഷം വെറുതെ കളഞ്ഞു എന്നതാണ്. VS സർക്കാരിന്റെ കാലത്ത് ചെയ്തത് കേരളം മുഴുവൻ ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ പ്രവർത്തിക്കുമെന്ന് പറയുകയും ആർക്കും അങ്ങനെ കുത്തകാവകാശം കൊടുക്കില്ലെന്ന് പറയുക മാത്രമല്ല ചെയ്തത്. ഗവൺമെന്റ് ടെക്നോ പാർക്കിന്റെ phase 2, phase 3, ടെക്നോ സിറ്റി, കുണ്ടറ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ചേർത്തല, കൊരട്ടി, ഇവിടെ കാക്കനാട് വിൽക്കാൻ വെച്ചിരുന്ന ഇൻഫോ പാർക്ക്,
കോഴിക്കോട് സൈബർ പാർക്ക് ഇതെല്ലാം ഏറ്റെടുത്ത് വികസിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ ഉള്ള കമ്പനികളുടെ എണ്ണം ഇപ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇൻഫോ പാർക്കിൽ ഇപ്പോൾ 60,000-ഓളം പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിക്ക് കൊടുത്തിട്ട് അവിടുന്ന് 30,000 ജോലി ഉണ്ടായാൽ 33,000 ജോലി ഉണ്ടായാൽ 100 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുക്കാമെന്നായിരുന്നു UDF കരാറിലെ വ്യവസ്ഥ. അപ്പോൾ ഇൻഫോ പാർക്കിന്റെ സ്വാഭാവിക വളർച്ച ഇവരുടെ അക്കൗണ്ടിൽ കുറിച്ചുകൊണ്ട് ഇവർക്ക് 100 ഏക്കർ സൗജന്യമായി കൊടുക്കാനുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് അന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് അടിവരയിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന്. അതുകൊണ്ടാണ് ഇൻഫോ പാർക്ക് എടുത്തിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്ന നടപടിയിലേക്ക് അന്നത്തെ VS സർക്കാർ പോയത്. ഇപ്പൊ കേരളത്തിലേക്ക് വന്ന സ്വകാര്യ പ്രത്യേക സാമ്പത്തിക മേഖല എന്നുള്ള രീതിയിൽ പ്രത്യേക സാമ്പത്തിക മേഖല പദ്ധതികൾക്ക് അവർ ചോദിക്കുന്നതെല്ലാം വാരിക്കോരി വിട്ടുകൊടുക്കുക എന്നൊരു സമീപനം, അതാണ് വികസനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുന്നിലേക്ക് വെച്ചു. ഒന്നാമത്തെ പദ്ധതി ഇത്. വളന്തക്കാട്, ശോഭ സിറ്റി, യൂണിടെക്, അങ്ങനെ കാത്തിരുന്ന 18 പദ്ധതികൾ അവർക്ക് അപ്പോൾ തന്നെ കരാർ ഒപ്പിട്ട് കൊടുത്തില്ല എന്നുള്ള പേരിലാണ് IT ഡിപ്പാർട്ട്മെന്റും VS അച്യുതാനന്ദൻ പ്രത്യേകിച്ചും വികസന വിരോധികളാണ് എന്ന് എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞത്. അതിലെല്ലാവർക്കും പങ്കുണ്ട്. ഇപ്പൊ ആ പറഞ്ഞ വികസന മന്ത്രം എന്തായി എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് വരുന്നത്. അതെ, ഇനി ഇതിലൊരു ഇപ്പോൾ ടീകോമിനെ ഒഴിവാക്കി മറ്റ് കമ്പനികളെ കൊണ്ടുവന്ന് അത് റീവാമ്പ് ചെയ്യുക എന്നത് സാധ്യമാണോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തൊട്ടിപ്പുറത്തുള്ള ഇൻഫോ പാർക്ക് തീർച്ചയായിട്ടും സാധ്യമാണ്. അത് ഇൻഫോ പാർക്കിന് തന്നെയോ അല്ലെങ്കിൽ അത് കർശനമായ നിബന്ധനകളോടുകൂടി സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയോ ആ ഭൂമി എടുത്ത് ITക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അവിടെ ജോലികൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത്. അതെ, ഇൻഫോ പാർക്കിലാണെങ്കിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ phase 1 തന്നെയും സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് തന്നെ കൊടുത്താൽ അത് ഒരു പക്ഷേ കുറച്ചുകൂടി നല്ല രീതിയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവും ഉള്ളതാണ് ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റി എന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് സ്മാർട്ട് സിറ്റിക്ക് തടസ്സവും ഇൻഫോ പാർക്കിന് ഉള്ള ഗുണവും എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവിടെ ഉദ്യോഗസ്ഥരാണ്, അവരുടെ ജോലി ഇത് വരുന്ന IT കമ്പനികൾക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. സ്മാർട്ട് സിറ്റിയിൽ മറ്റ് പല താല്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ താല്പര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അവർക്ക് ഇവിടുത്തെ IT വികസനത്തിലൊന്നും ഒരു നോട്ടവും ഇല്ല. ഇനിയെങ്കിലും നിങ്ങൾ പറയൂ, VS പറഞ്ഞ പോലെ ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണോ അതോ IT സ്ഥാപനമാണോ? ഈ IT സ്ഥാപനത്തിൽ എത്ര IT ജോലികൾ ചെയ്യുന്നുണ്ട്? അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ നേരത്തെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ് കരാറിലൂടെ നമ്മൾ പ്രയത്നിച്ചതും അങ്ങനെ ഒരു സ്ട്രിഞ്ചൻ കരാറിൽ ഏർപ്പെട്ടതും. ആ കരാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ പിന്നീട് 2011 ശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാരും പിന്നീട് വന്ന LDF സർക്കാരും പരാജയപ്പെട്ടു. അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇപ്പൊ 15ാമത്തെ വർഷം പറഞ്ഞെങ്കിൽ അത് നന്ന്, ഇനി 20 വരെ പോയില്ലല്ലോ എന്ന് നമുക്ക് പറയാം. അപ്പൊ ആരെ ഉപയോഗിച്ചിട്ടായാലും അവിടെ IT കമ്പനികൾ കാത്തു നിൽക്കുന്നുവെന്ന് മന്ത്രി രാജീവ് പറഞ്ഞ IT കമ്പനികൾക്ക് സ്പേസ് ഒരുക്കി കൊടുക്കൂ. ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ പഠിച്ചിറങ്ങിയ യുവാക്കളും കാത്തു നിൽക്കല്ലേ. ഇപ്പൊ രണ്ടുപേരും കാത്തു നിൽക്കുമ്പോൾ ഇത് ഒരുക്കി കൊടുക്കാനുള്ള സാഹചര്യം എന്താ ഇവർക്ക് ഇല്ലാത്ത? ഇവരൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേറെ ആളില്ലാഞ്ഞിട്ടാണോ യുവമാർക്ക് വേണ്ടി മാത്രം ഇത്രയും നാൾ കാത്തു നിന്ന്? അത് തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ ജോസഫ് സി മാത്യു പ്രതികരിച്ചതിന്. പക്ഷേ ഇത്തരത്തിൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം ഏതായാലും കരാറിന് വിരുദ്ധമാണ്. അതിന് പിന്നിൽ അഴിമതി ഉണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഏതായാലും 100 കമ്പനികൾ കാത്തു നിൽക്കുന്നു സ്മാർട്ട് സിറ്റി ഭൂമിക്കായി, അവിടെ പദ്ധതി കൊണ്ടുവരുന്നതിനായി എന്ന് മന്ത്രി P. രാജീവ് വ്യവസായ മന്ത്രി തന്നെ പറയുകയും ചെയ്യുന്നു. അതിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം എന്നാണ് ശ്രീ ജോസഫ് സി മാത്യു പറയുന്നത്. ഏതായാലും കരാറിന് വിരുദ്ധമായി നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഈ ഭൂമി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം ഉയർത്തുന്നു. ഏതായാലും തൊട്ടിപ്പുറത്തുള്ള ഇൻഫോ പാർക്ക് ഒരു ഉദാഹരണമാണ്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി ആരുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇത്തരത്തിലായിപ്പോയത് എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും സർക്കാർ കൃത്യമായ ഒരു മേൽനോട്ടം അതിൽ വഹിച്ചില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ടീകോം ഇതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നതും. തുടർ ചർച്ചകൾ ഏതായാലും നടക്കുകയാണ്. രാഷ്ട്രീയ വിവാദവും കൊഴുക്കുന്നു. ആർ റോഷിപാലും സൈഫുന്നിസ അലിയാരുമാണ് വിശദാംശങ്ങൾ നൽകിയത്.